ഇവിടെ നമ്മുടെ മോർ പവർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, ഇത് നാനോ ടെക്നോളജിയും ബയോടെക്നോളജിയും ഫൈറ്റോ സയൻസും ഉപയോഗപ്പെടുത്തി. അതായത് ഇന്ന് സയൻസിന്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജികളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ഇതൊരു വെറും ഒരു ആയുർവേദ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. ഇതിൽ നമുക്ക് മോർ പവറിന്റെ 2 കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഒന്ന് റെഗുലർ വരുന്നുണ്ട്, മറ്റൊന്ന് പ്രീമിയം വരുന്നുണ്ട്. റെഗുലർ എന്ന് പറയുന്നതിൽ 36 ഇൻഗ്രീഡിയന്റും പ്രീമിയത്തില് 44 ഇൻഗ്രീഡിയന്റും ആണ് വരുന്നത്. പ്രീമിയത്തിൽ കുറച്ചും കൂടി വളരെ വിശേഷപ്പെട്ട ഒരു 8ഓളം ഇൻഗ്രീഡിയന്റ് അഡീഷണൽ ആയിട്ട് ചേരുന്നുണ്ട്. ഇവിടെ നമുക്ക് ശരീരത്തിലെ 11 സിസ്റ്റങ്ങൾ ആണ് നമ്മുടെ 11 സിസ്റ്റങ്ങളിലുമുള്ള അവയവങ്ങൾ. ഇതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അപ്പോ 11 സിസ്റ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നത്. ഇതിൽ ഇൻഡുഗമെന്ററി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ സ്കിന്ന്, ത്വക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റമാണത്. മസ്കുലർ സിസ്റ്റം, നമുക്കറിയാൻ പറ്റും മസിലുകള്, അതിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. സ്കെൽട്ടൽ സിസ്റ്റം ഉണ്ട്, അതായത് അസ്ഥിവ്യവസ്ഥ. കാർഡിയോവാസ്കുലർ സിസ്റ്റം ഉണ്ട്, ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, ശ്വസനവുമായി ബന്ധപ്പെട്ടിട്ട്. യൂറിനറി സിസ്റ്റം ഉണ്ട്, മൂത്രാശയവുമായി ബന്ധപ്പെട്ട്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, അതായത് പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട്. നെർവസ് സിസ്റ്റം ഉണ്ട്, അതായത് നമ്മുടെ നാഡീവ്യൂഹങ്ങൾ എന്ന് പറയും. ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, ദഹനവ്യൂഹം എന്ന് പറയും. അതുപോലെ ലിംഫാറ്റിക് ഉണ്ട്, എന്ന് പറഞ്ഞെങ്കിൽ ഈ ലസികാവ്യൂഹം എന്നൊക്കെ പറയും. അതുപോലെ എൻഡോക്രൈൻ, അന്തസ്രാവി വ്യൂഹം. ഇതുപോലെ ഒരുപാട് വ്യൂഹങ്ങള്, സിസ്റ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, 11ഓളം. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബോഡി ഫ്രം മോർ ദാൻ 400 ഡിസീസ് ബൈ നറിഷിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദ ഫങ്ഷനിങ് ഓഫ് 11 ഫിസിക്കൽ സിസ്റ്റം. ഈ 11 ഫിസിക്കൽ സിസ്റ്റം ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പല ഡിസീസുകള്, ഡിസോർഡറുകള്, ഡിസ്ഫങ്ഷനുകള്, രോഗാവസ്ഥകള്, 400-ൽ പരം വരുന്ന ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഗുണകരമായി ശരീരത്തിൽ വർത്തിക്കാൻ കഴിവുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മോർ പവർ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ഈ ഉൽപ്പന്നത്തിന് ഒരിക്കലും ഇതിന്റെ ഒരു വാല്യൂ കുറച്ച് കാണരുത്. കാരണം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം.